Hello everyone, so welcome to our channel കൊച്ചു കൊച്ചു നോർവേ. സോ ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നോർവേയിൽ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വർക്ക് പ്ലേസ് ആണ്, അതുപോലെ ഞാൻ എങ്ങനെ ഇവിടെ നോർവേയിലെത്തി, എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എൻ്റെ വർക്ക് പ്ലേസ് ഒക്കെ നിങ്ങളൊന്ന് ചുറ്റി കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ച് നോർവേയിലാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ക്യാൻസർ റിസർച്ചിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആൻഡ് ഇറ്റ്സ് അഫിലിയേറ്റഡ് ബോത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ലോ ആൻഡ് ഓസ്ലോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ICRൻ്റെ താഴെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് ഇസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മോളിക്കുലർ ബയോളജിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആസ് എ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ബയോളജിയാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്യാൻസർ റിസർച്ച് ഒക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ നാട്ടിൽ BSc ഇൻ സുവോളജിയാണ്, UC കോളേജിലായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ബയോടെക്നോളജി എടുത്തത്. അപ്പോൾ നോർവേയിൽ വന്നിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് മാസ്റ്റർ ഡിഗ്രി എടുത്തു. അപ്പോൾ നോർവേയിൽ NTNU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ഡിഗ്രി ആയിരുന്നു, മാസ്റ്റേഴ്സ് ഇൻ ബയോളജി സ്പെഷ്യലൈസ്ഡ് ഇൻ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി. അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ട്രോൺഹൈം എന്ന് പറയുന്ന ഒരു പ്ലേസിലായിരുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റി NTNU. അപ്പോൾ അവിടേക്ക് നമ്മൾ നാട്ടിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്തു, അവിടെ കിട്ടി. അങ്ങനെ ഞാൻ നോർവേയിലേക്ക് മൂവ് ചെയ്തതാണ്. അപ്പോൾ ഒരു മാസ്റ്റർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഓസ്ലോ വിച്ച് ഇസ് എ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് ഞാൻ മൂവ് ചെയ്തു. ആൻഡ് ഇവിടെ വന്നിട്ട് ജോലി കിട്ടാൻ ആക്ച്വലി ഇത്തിരി ടഫായിരുന്നു, കുറച്ച് ടൈം എടുത്തു, ഓൾമോസ്റ്റ് എ ഇയർ എടുത്തു ആക്ച്വലി എനിക്ക് ഈ ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ. ഇതിന് മുന്നേ ഞാനൊരു 6 months ഞാനൊരു ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തു. അത് GE ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഒരു റിയൽ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 5 months ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോളിക്കുലർ സെൽ ബയോളജി ഗ്രൂപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലാബ് കണ്ടാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ ഞാനിത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ലാബ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരുപാട് ക്യാൻസർ റിസർച്ച് ഒക്കെ നടക്കുന്ന ഒരു ലാബാണ്. ഇതാണ് ഞങ്ങളുടെ ലാബ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആസ് യു ക്യാൻ സീ ഇവിടെ ലാബ് ബെഞ്ചുകളാണ്. അപ്പോൾ ഓരോ റിസർച്ചറിനും നമുക്ക് ഇവിടെ ഓരോ ലാബ് ബെഞ്ചുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതുപോലെ തന്നെ നമുക്കിവിടെ ഓഫീസ് സ്പേസുകളും ഓരോരുത്തർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് നിങ്ങൾ ഇവിടെ കാണുന്ന സാധനങ്ങളുണ്ടോ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇൻക്യുബേറ്റേഴ്സ് ആണ്. അതായത് ബാക്ടീരിയനെ റിസർച്ചിന് വേണ്ടിയിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻക്യുബേറ്റേഴ്സ് ആണ് ഇത്. അപ്പോൾ 37 ഡിഗ്രിയിൽ അവരെ ഒരു ഫ്രിഡ്ജ് പോലെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്ടീരിയനെ നമുക്ക് വളർത്താം. ഇത് മെയിൻ ലാബിൽ വരുന്ന ഹുഡുകളാണ്. അതായത് ഇത് നമ്മളെ, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഹുഡുകളാണ്. അപ്പോൾ നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഫ്യൂമൊക്കെ വരുന്ന കെമിക്കൽസ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇതിൻ്റെ വെന്റിലേഷൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ചെറിയ കെമിക്കൽസ് യൂസ് ചെയ്യാനുള്ളതാണ് ഇങ്ങനത്തെ ഹുഡ്. ഇനി ഞാൻ കെമിക്കൽ റൂം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കലുകളും വെച്ചേക്കുന്നത്. എല്ലാം പ്രശ്നക്കാരൊക്കെ തന്നെയാണ്, ഏതായാലും കൂടുതൽ പ്രശ്നക്കാരെ നമ്മളിവിടെ വേറെ, അതായത് ഇപ്പോൾ ഫയർ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുള്ളവരൊക്കെ നമ്മൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. കൂട്ടി വെച്ചേക്കാം. അതെല്ലാം ആസിഡുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഹുഡ് ആക്ച്വലി നേരത്തെ കണ്ട ഹുഡ് പോലെയല്ല, കാണാൻ സെയിം ആണെങ്കിലും ഇതിലത്തെ ഫ്യൂംസ് വേറെ വെന്റിലേഷനിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെന്റിലേഷനൊക്കെ ഇത്രയും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചും കൂടി ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ വെച്ചുള്ള പരിപാടികളാണ് ഇവിടെ നമ്മൾ ചെയ്യുക. ഈ ഒരു റൂമിലേക്ക് നിങ്ങൾ വരാണെങ്കിൽ ഒരു 2 കോടിയുടെ മുതലാണ് ഇവിടെ ഇരിക്കണത്. അതായത് ഇതിനൊരു 48 ലക്ഷം കാണും. ഈ വരുന്ന സംഭവത്തിന് ഒരു 20-28 ലക്ഷം കാണും. ഈ സംഭവം ഇതിനൊരു 80 lakhs ഒക്കെ എന്തായാലും ഉണ്ടാവും. ഒരു 2 കോടി ഇവിടെ തന്നെ. ഞാൻ നോക്കിയിട്ടില്ലത്, വേറെയും ഇമേജ് ഇറേസർ അങ്ങനെ പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റിസർച്ചിന് യൂസ് ചെയ്യുന്ന ഓരോ ഡിവൈസുകളാണ്, ഇമേജ് അനാലിസിസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന പരിപാടികളാണ്. എല്ലാം നല്ല വില, അതുകൊണ്ട് തന്നെ ഇതിന് നല്ല പ്രത്യേക ട്രെയിനിങ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിൽ ഓരോന്നും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ ഓഫീസ് എത്തി. എൻ്റെ പേരൊക്കെ ഉണ്ട്, ഡയാന ടെൻസൽ റൊസാരിയോ. ലെറ്റ്സ് ഗോ ഇൻ. വെൽക്കം ടു മൈ ഓഫീസ്. ആണ് എൻ്റെ ഓഫീസ് സ്പേസ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ ഓഫീസുകളും ഇങ്ങനെയാണ്. നമ്മൾ ഷെയറിംഗ് ആയിരിക്കും, ഐദർ 2 person ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ റൂമിലത്തെ പോലെ 3 person ഷെയറിംഗ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേസ്. ഞാൻ ഇരുന്ന് നിനക്ക് കറക്കുന്ന കസേരയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ വിചാരിക്കും ഇവിടെ പാതിരാത്രിയായിരുന്നു, പക്ഷെ ആക്ച്വലി ഇവിടെ 3 o'clock ആയിട്ടുള്ളൂ. ഇവിടെ സൺ സെറ്റായി. അതുകൊണ്ട് തന്നെ വെയിലെന്ന് പറയുന്ന സാധനം നോർവേയിൽ ഇല്ല വിൻ്റർ ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ D ടാബ്ലറ്റ്സ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം, ഇവിടെ നിന്നേ കഴിക്കും, വേറെ നിവൃത്തിയില്ല. ഞങ്ങളുടെ ലാബിൽ ചെയ്യുന്ന ക്യാൻസർ റിസർച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ സെല്ലുകളെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, ഡയറക്റ്റ്ലി ഒരു മരുന്നിൻ്റെ പ്രൊഡക്ഷനോ അതിനോ കണ്ടുപിടുത്തല്ല ചെയ്യുന്നത്. ക്യാൻസറിനെ നമ്മൾ പഠിക്കും. ഒരു ക്യാൻസർ സെല്ല് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഏത് പ്രവർത്തനത്തിനെ നമ്മൾ നശിപ്പിച്ചാലാണ് ആ ക്യാൻസറിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രഗായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ഇങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെ പഠിച്ച് കിട്ടുന്ന കണ്ടുപിടുത്തങ്ങൾ നമ്മൾ പേപ്പർ
പേപ്പറുകളായിട്ട് പബ്ലിഷ് ചെയ്യും. അങ്ങനെ വരുന്ന സയന്റിഫിക് പേപ്പറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കാം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പിന്നെ ക്യാൻസറിന് ഒരു ഡ്രഗ് പ്രൊഡക്ഷൻ നടത്താം. അപ്പം അങ്ങനെ വരുന്ന പ്രവർത്തനങ്ങൾ, ക്യാൻസർ സെല്ലിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഉള്ള പോലെ എനിക്കിത് ഒരു കുട്ടി ലാബ് ആൻഡ് സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ചെറിയ റിസർച്ച് അസിസ്റ്റന്റ് വർക്കും ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ടാസ്കിൽ. അപ്പം അങ്ങനെ അസിസ്റ്റന്റ് വർക്കുകൾ ചെയ്യുമ്പോൾ ഇവിടെ മെയിൻ ലാബിലായിരിക്കും ഞാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന റിസർച്ച് ആക്ടിവിറ്റീസിൽ ആക്ച്വലി നമ്മൾ ലാബ് കോട്ടും ഗ്ലൗസും യൂസ് ചെയ്യുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അഥവാ നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യും. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. എന്തെങ്കിലും ഷേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വയ്ക്കാം. ഇതൊരു കുഞ്ഞ് വോർട്ടെക്സ് ആണ്. അതായത് നമുക്കിങ്ങനെ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളെയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. നമ്മുടെ വേറൊരു റൂമാണ്, കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊരു ബാക്ടീരിയൽ ഷേക്കറാണ്. എല്ലാത്തിനും ഇവിടെ നല്ല വിലയാണ്. ഇതിനും ഒരു 4 ലക്ഷം ഒക്കെ വരും. പിന്നെ ഇതാണ് സെൻട്രിഫ്യൂജ് കേട്ടോ. സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര രസമാണ്. അതായത് ഇതിനകത്ത് നമ്മൾ സൊല്യൂഷൻസ് വെച്ചിട്ട് ഇത് ഭയങ്കര സ്പീഡിൽ കറക്കും. അതായത് റൊട്ടേഷൻ പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് 6000 പ്രാവശ്യമായിരിക്കും. അല്ലെങ്കിൽ അത് 9000 പ്രാവശ്യം വരെ കറക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അങ്ങനെ സൊല്യൂഷൻസ് വെച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് അതിനെ പെല്ലറ്റ് ചെയ്തെടുക്കും. ഈ പരിപാടിക്കാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് പേടിയാട്ടോ. ഇതെന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാലൻസിങ് കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മളൊരു 5 ml ആണ് അപ്പുറത്ത് വെക്കണമെങ്കിൽ ഇപ്പുറത്തും 5 ml തന്നെ വരണം. ആ ബാലൻസിങ് തെറ്റിക്കഴിഞ്ഞാൽ ഈ സാധനം ഇത്രയും റൊട്ടേഷൻ കറങ്ങുന്നതല്ലേ, ഇത് തെറിച്ച് വേണമെങ്കിൽ നല്ല സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാക്കാം. ഒരു വോളിൽ കൂടെ വേണമെങ്കിൽ തെറിച്ച് പോവാം. അത്രയും സ്ട്രക്ചറൽ ഡാമേജ് വരും. ഈ സാധനം ഇങ്ങനെ തന്നെ പറന്നു പോവാം ഇത് ശരിയല്ലെങ്കിൽ. ഇതെനിക്ക് ആക്ച്വലി യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി പേടിയാട്ടോ. പക്ഷെ നമ്മൾ ബാലൻസിങ് എപ്പോഴും കറക്റ്റ് ആയിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് സീനില്ല. ഈ വോളിൽ വെച്ചേക്കണം കണ്ടോ, ഇതൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പി കൂടെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വഴി നമ്മൾ എടുക്കുന്ന സെല്ലുകളുടെ പിക്ചേഴ്സ് ആട്ടോ. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് ഫ്ലൂറസെൻസ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പം അത് വെച്ച് അവർ പസിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറേജ് റൂം ആട്ടോ. ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാതരം ഇങ്ങനത്തെ ഫ്ലാസ്കുകൾ, ഇങ്ങനത്തെ പ്ലേറ്റ്സിലൊക്കെയാണ് നമ്മൾ സെൽ കൾച്ചർ ചെയ്യുക. അപ്പോൾ സെല്ലുകളെ വളർത്തുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ സെല്ലുകൾ നമ്മൾ വളർത്തും. അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന സ്റ്റോറേജ് റൂമാണിത്. ഈ ഒരു റൂമാണ് ഡാർക്ക് റൂം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ്. കയറി നമുക്ക് വാതിലടയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ DNA ജെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലെ DNAകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ ഈ റൂം ഡാർക്ക് ആക്കി കാണിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സാധനം, നമ്മൾ ജെൽ ഇമേജ് ചെയ്യുന്ന സാധനം ഓൺ ചെയ്യും. എന്നിട്ട് ഈ ഒരു ജെൽ ഇമേജിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ DNA ഉള്ള ജെല്ല് വെക്കും. ഈ DNA തിളങ്ങും ആക്ച്വലി. എന്നിട്ട് ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് കിട്ടും, ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ആ DNA ജെല്ലുകൾ കാണാൻ പറ്റുക. ഇപ്പൊ എനിക്ക് DNA ഇല്ലാത്തതുകൊണ്ടും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വൻ അടിപൊളി കേട്ടോ. ഇത് അൾട്രാ ഫ്രീസർ റൂമാണ്. ഇവിടെയും കുറച്ച് ഒച്ചയൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ അൾട്രാ ഫ്രീസേഴ്സ് ആണ് ഇതൊക്കെ -80 ഫ്രീസേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ സാമ്പിൾസും സാധനങ്ങളൊക്കെ നമുക്ക് -80 നമുക്ക് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമുക്കിത് കൈകൊണ്ട് ആക്ച്വലി പിടിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് -80 അല്ലേ. നമ്മളിത് ഓപ്പൺ ചെയ്യാണെങ്കിൽ ഇങ്ങനെയാണ് സാമ്പിൾസ് വെക്കുക. ഇങ്ങനത്തെ റാക്കുകളില് നമ്മൾ -80 നമ്മൾ സാമ്പിളുകൾ വെക്കുന്നത്. പലതരം സാമ്പിളുകൾ, പ്രൈമർ, പിന്നെ അങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ബാക്ടീരിയൽ സെല്ലുകൾ, അതെല്ലാം നമുക്ക് ഇവിടെ കാണാം. കണ്ടോ, ഭയങ്കര തണുപ്പായിട്ട് ഇതിനകത്ത്. -80 അല്ലേ. ഇതിനകത്തേക്കൊന്ന് മൂക്കുത്തി വീണ തീർന്നു. ഇപ്പൊ ഇവിടെ കാണുന്നതാണ് വൈറസ് ലാബ് കേട്ടോ. അപ്പൊ വൈറസിന് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ റിസർച്ചും ഈ ഒരു ലാബിലേക്ക് നടക്കുന്നത്. വളരെ ഫ്യൂ ആൾക്കാർക്കാണ് ഇതിനകത്തേക്ക് ഒരു എൻട്രി ഉള്ളൂ. ബിക്കോസ് അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. ബിക്കോസ് നമുക്ക് വൈറസിനെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയി പുറത്തോട്ട് വന്നാലോ, അല്ലെങ്കിൽ അത് നമ്മുടെ മേത്തേക്കായാലും പുറത്തേക്കായാലും സ്പ്രെഡ് ആവാൻ പാടില്ല. നമ്മുടെ കൊറോണ വൈറസ് പോലെ വല്ലതും പുറത്തോട്ട് വന്നാലോ. അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് തിയറിയും പ്രാക്ടിക്കലും അങ്ങനെയൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടെങ്കിലാണ് ഇതിനകത്തേക്ക് പറ്റുള്ളൂ. എനിക്ക് ആക്ച്വലി എൻട്രി ഇല്ല, ഞാൻ ആ ട്രെയിനിങ് എടുത്തിട്ടില്ല. ഇത് കണ്ടോ, വേണമെങ്കിൽ ഒന്ന് കുളിക്കാം. ഇതല്ല, നമുക്ക് എന്തെങ്കിലും മേത്തേക്ക് വല്ല കെമിക്കല് വീഴ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പിടിച്ചപ്പോൾ ഞാൻ വലിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് കുളിക്കും. പിന്നെ ഇത് കണ്ടോ, അത് നല്ല രസമല്ലേ. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കുക, കണ്ണ് അതിനകത്ത് വെക്കുക, എന്നിട്ട് ഇത് ഇവിടെ പിടിച്ച് അങ്ങോട്ട് ഞെക്കുക. അപ്പൊ കണ്ണിലേക്ക് അടിച്ച് കൃഷ്ണമണി വരെ തെറിച്ചു പോകുന്ന എനിക്ക് തോന്നണത് ഇത് കണ്ടിട്ട്. ഇത് ഇതുവരെ ആരും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് എൻ്റെ ലാബാണ്, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ലാബാണ്. ഇതുപോലെ ഇവിടെ 6 ഫ്ലോറിലായിട്ട് 2 സൈഡിലും ലാബുകളാണ്. ഇപ്പൊ അത് ട്യൂമർ ബയോളജി എന്ന് പറയുന്ന ലാബാണ്. അവിടെ വേറെ തന്നെ ഒരു ഗ്രൂപ്പാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ.
നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കുത്തുകൾ കണ്ടോ വൈറ്റ്, അതാണ് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയനെ നമ്മൾ ഒരു പ്ലേറ്റിൽ ബാക്ടീരിയയ്ക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് അതിനെ വളർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത്. ബാക്ടീരിയനെ ഞാൻ അങ്ങനെ വളർത്തിയേനെ നമ്മളിവിടെ ഇത് ഫ്രീസർ നമ്മൾ കണ്ടോ ട്യൂബിലാക്കി വെച്ചേക്കാം. കണ്ടോ ഇപ്പം ആ ഒരു കോളനി ആയിട്ട് നിങ്ങൾ പ്ലേറ്റിൽ കണ്ട ബാക്ടീരിയനെ ഒരു ലിക്വിഡിൽ വളർത്തി നമ്മൾ ആ സെൻട്രിഫ്യൂജ് മെഷീനില്ലേ അതിനകത്ത് വെച്ച് കറക്കി എടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഇങ്ങനെ ബാക്ടീരിയയിൽ നിന്ന് നമുക്ക് പിന്നെ പഠിക്കേണ്ട DNA പീസസ് ഒക്കെ ഇതിനകത്തുണ്ട്, അതെടുത്ത് പഠിക്കാം. അങ്ങനെയൊക്കെ കുറെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഒരു ജോലിയിലേക്ക് ലാൻഡ് ചെയ്ത ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുത്തു. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ജോലി കിട്ടാൻ. ഞാൻ പറഞ്ഞ പോലെ ഒരു 1 ഇയർ എടുത്തു. അപ്പം ഞാൻ കുറേ ആപ്ലിക്കേഷൻസ് കൊടുത്തു. അപ്പം ഇവിടെ ക്യാൻസർ റിസർച്ചിൽ ഞാനൊരു MCB അസിസ്റ്റന്റ്, അതായത് ഹോൾ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റിനാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത്. അപ്പം അത് കൊടുത്തപ്പോൾ ഞാൻ സെലക്റ്റഡ് ആയില്ല. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫൈനൽ റൗണ്ടിൽ എത്തിയതായിരുന്നു, പക്ഷെ ഞാൻ സെലക്റ്റഡ് ആയില്ല. അപ്പം ഞാൻ വിഷമിച്ച് വീട്ടിൽ പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് പൊസിഷൻ ഈ ഒരു ഗ്രൂപ്പിനുള്ളതാണ്. അത് ഓപ്പൺ ആയപ്പോൾ എന്നെ ഇവിടെ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്തു. അപ്പം അങ്ങനെ കോൺടാക്ട്സ് എനിക്ക് തിരിച്ച് വന്നിട്ടാണ് വീണ്ടും ഞാൻ ഇന്റർവ്യൂ എടുത്തു. അങ്ങനെ 2 റൗണ്ട്സ് ഇന്റർവ്യൂവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊന്ന് ലാൻഡ് ആയത്. സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ടാസ്കുകൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആസ് എ ടൈറ്റിൽ സേസ് ഞാൻ ഇവിടുത്തെ സയന്റിസ്റ്റുകളെ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ വർക്കിലും അവരുടെ സ്റ്റഡീസിലും അവരുടെ എക്സ്പെരിമെന്റ്സിലും ഒക്കെ ഫുൾ അസിസ്റ്റൻസ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ടാസ്കുകൾ എന്ന് പറയുമ്പോൾ, ഇവിടെ ഞാൻ കാണിച്ച പോലെ സെൽ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അതായത് സെൽ ലൈൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ഞാൻ നിങ്ങളെ കാണിച്ച പോലെ ബാക്ടീരിയസിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ അവരുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസിനും അവരെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ മെയിൻലി നമുക്ക് ഇവിടെ വരുമ്പോൾ സയന്റിഫിക് അസിസ്റ്റൻസിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലവർ നമ്മുടെ അടുത്ത് റിസർച്ചേഴ്സ് വന്നിട്ട് അവരുടെ ഒരു വലിയ സ്റ്റഡി ആയിരിക്കാം, അതിൻ്റെ ഒരു കുഞ്ഞ് എക്സ്പെരിമെൻ്റൽ പാർട്ടൊക്കെ നമുക്ക് തരും. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാം, ഞാൻ ഒരു സെൽ സ്പ്ലിറ്റിങ്ങും ഫ്രീസ് ഡൗൺ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു റിസർച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ റിസർച്ച് അസിസ്റ്റൻസിൻ്റെ കൂടെ നമുക്ക് ലാബ് മെയിൻ്റെനൻസ് ടാസ്കുകളും വരും. അതായത് ഇവിടേക്ക് ആവശ്യമുള്ള കെമിക്കൽസ് ഓർഡർ ചെയ്യുക, അതൊക്കെ കറക്റ്റായിട്ട് റിസീവ് ചെയ്തോ നോക്കുക, അതൊക്കെ ട്രാക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഓട്ടോക്ലേവിങ്ങിന് ഐറ്റംസ് താഴേക്ക് എത്തിക്കുക. അങ്ങനെ പിന്നെ കുറച്ച് കാലിബ്രേഷൻസ്, ഇപ്പോൾ PH മീറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാലിബ്രേഷൻസ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാലിബ്രേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ചെറിയ അസിസ്റ്റൻസ് പണികളും മെയിൻ്റെനൻസ് ടാസ്കും ആണ് എൻ്റെ ടാസ്ക് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതാണ് സെൽ ലാബ്. സെൽ ലാബിലാണ് നമ്മൾ ക്യാൻസർ സെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സ്റ്റഡീസും റിസർച്ചും ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതിനകത്ത് കംപ്ലീറ്റ്ലി സ്റ്റെറൈലായിരിക്കണം. നമ്മൾ എവിടെയും അങ്ങനെ കാര്യമായിട്ട് തൊടാൻ പാടില്ല. എപ്പോഴും എത്തനോളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് കാരണം കണ്ടോ നമ്മുടെ ഹാൻഡ് സെൻസറുണ്ട്. നമ്മൾ ഡോറിൽ പോലും ടച്ച് ചെയ്യാൻ പാടില്ല. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ പരിപാടിയാണ് നമ്മുടെ ലാബ് കോട്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ക്യാൻസർ സെൽ ലൈനുകളും ക്യാൻസർ സെല്ലുകളൊക്കെ ഞാൻ നിങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ലാബ് പണികൾ ഞാൻ ഇന്നത്തേക്ക് സേവ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഈ ഹാൻഡിലുമേ പോലും നമ്മൾ ഗ്ലൗസ് വെച്ച് തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ, ഇത് പുതിയ ടെക്നിക്കാണ്. നമ്മൾ ഇൻസൈഡ് ലാബ് കോട്ടിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. തിരിച്ചു പോകുമ്പോഴും ഞാനിപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യായിരുന്നു. ഇവിടെയും കുറേ ഷേക്കേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ബാക്ടീരിയനെ ലിക്വിഡ് ആക്കിയിട്ട് വളർത്തുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഷേക്ക് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ ഇളക്കം കണ്ടോ? പിന്നെ ഇവിടെ കുറച്ചും കൂടി പ്രശ്നക്കാരായിട്ടുള്ള, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറച്ച് പ്രശ്നക്കാരായിട്ടുള്ള സൈറ്റോ ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അതായത് നമുക്ക് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊള്ളില്ല അത് തന്നെ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ്. അവിടെ വേറെ മെഷീനറിയും എല്ലാം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കോൾഡ് റൂം, അതായത് ഒരു വലിയ ഫ്രിഡ്ജ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കണം. അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് എത്ര തണുപ്പാണോ അതുപോലെ. റെഡി ഡോക്ടറായി ജോസഫ് ഡോക്ടർ റെഡി. ഇത് 75% എത്തനോളാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റെറിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കും കൈ ഇടുന്നതിന് മുന്നേ നമ്മളിത് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഇൻക്യുബേറ്റർ. ഇവിടെയാണ് നമ്മൾ ക്യാൻസർ സെല്ലുകളെ വളർത്തുന്നത്. അപ്പോൾ നമുക്ക് റിസർച്ചിനും പഠനങ്ങൾക്ക് ആവശ്യമായിട്ട് നമ്മൾ ക്യാൻസർ സെല്ലുകൾ ഉപയോഗിക്കും. ആ സെൽ ലൈനുകൾ എന്നാണ് നമ്മൾ പറയുക. അതായത് ഒരേ രീതിയിലുള്ള സെല്ലുകളെ നമ്മൾ ഇപ്പോഴും ഇവിടെ വളർത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തും. എന്നിട്ട് ഇതിലാണ് നമ്മൾ പഠനങ്ങൾ നടത്തുക. ഇതിനകത്തേക്ക് ബാക്ടീരിയ, ഫംഗൽ, മൈക്കോപ്ലാസ്മ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പഠനം നടത്താം. ക്യാൻസർ സെല്ലുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഫ്ലാസ്കുകളാട്ടോ. പല ടൈപ്പ് ഫ്ലാസ്കുകളുണ്ട്. പല സൈസിൽ. ഇത് സ്മോൾ കൾച്ചറാണ്. ഫ്ലാസ്കിൽ കാണുന്ന ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ആക്ച്വലി സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ക്യാൻസർ സെല്ലുകൾക്ക് ആവശ്യമുള്ള ഫുഡ്, അതായത് ആ ക്യാൻസർ സെല്ല് വളരാനുള്ള ന്യൂട്രിയൻസും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു മീഡിയ കിട്ടും. ആ മീഡിയയിലാണ് നമ്മൾ ക്യാൻസർ സെല്ലുകളെ വളർത്തുക.
അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ ആലോചിക്കുന്ന പോലെ തന്നെ സെല്ലുകൾ ഇപ്പോൾ കുറച്ച് നമ്പർ സെല്ല് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പെറ്റ് പെരുകും. ലൈക്ക് ഇത് ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരുപാട് നമ്പർ ഓഫ് സെൽസോ അങ്ങനെ കുറേ സെൽസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മീഡിയ തികയാതെ വരുമ്പോൾ പിന്നെ സെല്ലുകൾ ഡൈ ആയി തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ സെല്ലുകളെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പല പല ഫ്ലാസ്കുകളിലേക്ക് മാറ്റി പുതിയ മീഡിയ ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഇതും എൻ്റെ ടാസ്കിൽ വരുന്ന ഒന്നാണ്. ലാബിൽ നിന്ന് ആക്ച്വലി വരുന്ന വേസ്റ്റ് നമ്മൾ നേരെ സിങ്കിൽ ഒഴിച്ച് കളയാൻ പറ്റില്ല. അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ സെല്ലുകളാണല്ലോ. അപ്പം അത് നമ്മുടെ എൻവയോൺമെൻറ്റിലൊക്കെ പോയി അങ്ങോട്ട് വളരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു വിർക്കോൺ ടാബ്ലറ്റ്സ് എന്ന് പറയും. അപ്പോൾ അത് കെമിക്കലാണ്. ടാബ്ലറ്റ്സ് നമ്മളിങ്ങനെ ഇടുക. അതിങ്ങനെ എഫർവസൻസ് കാണാൻ പറ്റും. അതപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ ക്യാൻസർ സെല്ലുകളെയും നശിപ്പിച്ച് നമ്മളൊരു 1/2 an hour ഇത് ലീവ് ചെയ്യണം, ഇത് വർക്ക് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാവും, ഓറഞ്ച് കളറാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ ചത്ത്. ഇനി നമുക്ക് കളയാം. ഞാനിപ്പോൾ ചെയ്യുന്ന ടാസ്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സെല്ലുകളെ ഞാൻ ഒരു പുതിയ ഫ്ലാസ്കിലേക്ക് മാറ്റി അതിന് പുതിയ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ക്യാൻസർ സെല്ലുകളാണ് നമ്മുടെ കയ്യിൽ പിരിക്കുന്ന ഈ ഫ്ലാസ്കിൽ. ഞാനിപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഓടിക്കളിക്കുന്നത് നമ്മുടെ ക്യാൻസർ സെല്ലുകളാട്ടോ. അതുപോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സെല്ലുകളെ നമുക്ക് നമ്മുടെ -80 ഫ്രീസറിലേക്ക് ഒന്ന് ഫ്രീസ് ഡൗൺ ചെയ്ത് വെക്കേണ്ട പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ ടാസ്കുകളൊക്കെ ഫിനിഷാക്കി ഇതേ സ്വന്തം വെക്കേഷൻ പ്ലാൻ നോക്കി സന്തോഷിക്കുന്നതായിട്ടേ കാണുന്നത്. ഡിസംബറിൽ പോകാനുള്ള വെക്കേഷൻ ഡേയുടെ വെക്കേഷൻ പ്ലാനറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ലാബ്, ഇതൊക്കെയാണ് എൻ്റെ ജോലികൾ. ആൻഡ് ഇത് കണ്ടോ, ഞങ്ങളുടെ ബോസിൻ്റെ ഓഫീസിലത്തെ ഒരു ട്രീ ആട്ടോ. ഇതും കൂടി നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. എന്ത് ബിഗ് ട്രീ ആല്ലേ ഒരു ഓഫീസ് സ്പേസിലിരിക്കുന്നത്. ബയോളജി ഫിനിഷ് ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് MPBS മാത്രമല്ല, ബയോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പല റിസർച്ചിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വിശേഷങ്ങൾ നോർവേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ അവർ ചാനൽ കൊച്ചു കൊച്ചു നോർവേ. അപ്പോൾ അതെ.